നമ്മളിപ്പോൾ ഈ പ്രളയ സമാനമായിട്ട് ഇത്തരം ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ടായ സമയത്ത് ഏറ്റവും കൂടുതൽ ചർച്ചയാക്കപ്പെടുന്ന ഒരു വിഷയമാണ് നമ്മുടെ നദികളിലെ മണൽ വാരുന്നതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം. പ്രത്യേകിച്ച് അതിൽ അത്തരം ഒരു ആവശ്യത്തിൽ കുറേയൊക്കെ ന്യായങ്ങളുണ്ടെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. കാരണം നമ്മൾ അല്പം മുമ്പ് ചർച്ച ചെയ്ത പോലെ തന്നെ ഈ പല നദികളുടെ അവസ്ഥ എന്ന് പറയുന്നത് പണ്ട് ഈ പ്രളയത്തിന് മുൻപ് പല നദികളിലും വെള്ളം പൊങ്ങിയിരുന്നപ്പോഴും അതൊരു കരയ്ക്ക് ഇത്രക്കിത്ര ദൂരെ വരെ മാത്രമേ വെള്ളം കയറിയിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ പെട്ടെന്നൊരു ശക്തമായൊരു മഴ പെയ്യുമ്പോൾ തന്നെ അത് കരയ്ക്ക് നമ്മൾ പ്രതീക്ഷിക്കാത്ത പല സ്ഥലങ്ങളിലേക്കും വെള്ളം കയറുകയാണ്. ഇപ്പോൾ റാന്നിയിലൊക്കെ ആണെങ്കിലും സംഭവിച്ചതും അത്തരത്തിലാണ്. പണ്ടൊന്നും ഈ പ്രളയത്തിന് 2018 പ്രളയത്തിനല്ലാതെ അതിന് മുമ്പൊന്നും അടുത്ത കാലത്ത് അന്ന് റാന്നിയിലൊന്നും വെള്ളം കയറിയിരുന്നില്ല. പക്ഷേ ഇപ്പം നമ്മൾ 2018 സമാനമായ സാഹചര്യം അല്ലെങ്കിലും ഇപ്പം അവിടെയും വെള്ളം കയറി. അപ്പം ഈ ഒരു ആവശ്യത്തിൽ ന്യായമുണ്ടെന്ന് ചേട്ടൻ കരുതുന്നുണ്ടോ? തീർച്ചയായും. ഇത് ഈ രണ്ടാം പിണറായി സർക്കാർ പോകുന്നതിന് തൊട്ട് മുമ്പ് ഇവർ നിരത്തി പിടിച്ച് ക്വാറിയൊക്കെ അനുമതി കൊടുത്തു. ഇത് പലതും റെഡ് സോണിലുള്ളതായിരുന്നു. ഈ നമ്മുടെ അതിതീവ്ര പരിസ്ഥിതി ലോല പ്രദേശങ്ങളാണ്. അവിടുത്തെ പാറ മുഴുവൻ നമ്മൾ കാണുന്നില്ല. ഇന്നലെ കഴിഞ്ഞ ദിവസം വിഷുവിൽ നമ്മൾ കാണുന്നില്ല, എല്ലാം ഇടിഞ്ഞിങ്ങനെ വരണുണ്ടില്ല. അതെല്ലാം ഇടിഞ്ഞിരിക്കുകയാണ് മൊത്തത്തിൽ. മാത്രമല്ല ഈ പല സ്ഥലങ്ങളിൽ ഇത്തരം പരിസ്ഥിതി ലോല പ്രദേശങ്ങൾ റിസോർട്ടുകൾ നിർമ്മിച്ചിട്ടുണ്ട്. പല സ്ഥലങ്ങളിൽ, ഈ വാഗമണ്ണ് പല സ്ഥലങ്ങളിലൊക്കെ തന്നെ. അവിടുത്തെ പല റിസോർട്ടുകളെ കുറിച്ചും ഒരു സർക്കാർ അന്വേഷിക്കണം. എന്തും സുരക്ഷയാണ് അവിടെ ഉള്ളതെന്നുള്ള കാര്യം. ഇതുപോലത്തെ ഒരു മണ്ണിൽ കൊണ്ട് വലിയ ബിൽഡിങ്ങിൽ പലതും ഒന്നിലധികം നിലകളുള്ള കെട്ടിടങ്ങൾ വയ്ക്കുന്നുണ്ട്. അങ്ങനെ ഈ ക്വാറി എന്ന് പറയുന്നത് ഇന്ന് വലിയൊരു ബിസിനസ്സാണ്. അത് നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാർ, ഒരു മുന്നണികളും ഒരു രാഷ്ട്രീയ പാർട്ടിയും ഈ ക്വാറിക്കെതിരെ രംഗത്ത് വരില്ല. അതാണ് ഇതിനകത്തൊരു കാര്യം. കാരണം ഇപ്പോൾ ഈ പത്തനംതിട്ട ജില്ലയിലെ കണക്കും പ്രകാരം 423 ക്വാറികളാണ് പത്തനംതിട്ട ജില്ലയിൽ സർക്കാരിന്റെ കണക്ക് പ്രകാരം. ഒരു ജില്ലയിൽ പത്തനംതിട്ട ജില്ല 426 ക്വാറികൾ, അതായത് സർക്കാർ കണക്കാണ്. അതിൽ നമ്മൾ അല്ലാണ്ട് ഈ പറയുന്ന പോലെ ചിലപ്പോൾ ഒരു പക്ഷേ ഔദ്യോഗിക രേഖകളില്ലാതെ പ്രവർത്തിക്കുന്ന കാണാം. അപ്പോൾ ഒരു പക്ഷേ ഈ കണക്കിൽ വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ ഈ റാന്നി താലൂക്കിൽ മാത്രം ഏകദേശം 40 സംതിങ് അത്ര എന്തോ ഉണ്ട് ക്വാറികളുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഇത്രയധികം ക്വാറികൾ തന്നെ നമ്മുടെ ഈ ഒരൊറ്റ ജില്ലയിലുണ്ടെങ്കിൽ കേരളത്തിൽ മൊത്തത്തിൽ ഒരു കണക്കെടുത്താൽ എത്രമാത്രം ക്വാറികൾ കാണുമെന്നുള്ളത് ഒരു ചോദ്യം. അപ്പോൾ ഈ പറയുന്ന പോലെ ക്വാറികളെ സംബന്ധിച്ച് നോക്കുമ്പോൾ ക്വാറികളുടെ ഉടമസ്ഥാവകാശം എന്ന് പറയുന്നത് എന്നും വൻകിട ആളുകളുടെ കയ്യിലാണ് അതെന്നും കൈമുതലായിട്ടിരുന്നിട്ടുള്ളത്. ഈ വൻകിടകളിൽ നമ്മളെ ചില രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെ അവർ പേര് നിൽക്കാൻ പറഞ്ഞിട്ട് നമ്മുടെ നാട്ടിലെ ക്വാറി ഉടമകളെ ഒരുപാട് രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട്. ഉണ്ട്, തീർച്ചയായിട്ടും. ഇപ്പം ഞാനും ആ പേര് പറയുന്നില്ല, പക്ഷേ നാട്ടുകാർക്ക് എല്ലാം തന്നെ അറിയാം. എൻ്റെ അമ്മ വീട് അത്തിക്കയം എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു. അവിടെ ഒരു കാലത്ത് വിവാദമായിട്ടുണ്ടായിരുന്ന ഒരു ക്വാറി ഉണ്ടായിരുന്നു. ഇടക്കാലത്ത് അത് അടച്ച് പ്രവർത്തനം നിർത്തിയിരുന്നു. പക്ഷേ പിന്നീട് അത് അതേപോലെ തുടങ്ങി. എറണാകുളം, കോട്ടയം, ഇടുക്കി ജില്ലകളിലുള്ള ക്വാറികളിലെല്ലാം തന്നെ ഭൂരിപക്ഷം രാഷ്ട്രീയക്കാരുടെ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ക്വാറി എൻ്റെ ചെറുപ്പകാലം മുതൽ ഞാൻ കാണുന്നതാണ്. എൻ്റെ അമ്മയുടെ ചെറുപ്പകാലം തൊട്ട് കാണും. അപ്പോൾ അത് ഇന്നും പ്രവർത്തനം തുടങ്ങുമ്പോൾ ഈ ക്വാറി ആ ഒരു ഭൂമി എത്രത്തോളം നശിപ്പിച്ചു വരുന്നു എന്നുള്ളൊരു ഭീകരത അവിടെയുണ്ട്. നമ്മൾ അതിനെയും ഈ മണൽ വാരുന്നതിനെ തമ്മിലൊന്ന് കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ, മണൽ വാരുന്നതിനെ സംബന്ധിച്ച് നമുക്ക് ഒരിക്കലും, അതായത് പ്രകൃതിയെ മൊത്തത്തിൽ ചൂഷണം ചെയ്യണമെന്നല്ല അവിടെ ഉയരുന്ന ഒരു ആവശ്യം. ഈ മണൽ വാരുന്നത് സാധാരണ തൊഴിലാളികളായ ആളുകൾ, അങ്ങനെ അതിലെ 90% ആളുകളും സാധാരണക്കാർ തന്നെയാണ്. ഈ മണൽ വാരലുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവർ. നമ്മുടെ നാട്ടുമ്പുറങ്ങളൊക്കെ നമുക്കറിയാം, അവിടെ മണൽ വരാൻ പോകുന്നേക്കുന്നത് വളരെ സാധാരണ. പിന്നെ ബാക്കി ഒരു 10% ആയിരിക്കാം ഇതിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് ഇന്നത്തെ മണൽ മാഫിയ എന്ന് പറയുന്നത് ഒരു 10% പൊതുവേ ഉള്ളൂ. അപ്പം പക്ഷേ ഈ ക്വാറികളുടെ കാര്യത്തിലേക്ക് മാറുമ്പോഴത്തേക്കും അത് അങ്ങനെയല്ല അവിടുത്തെ സ്ഥിതി. ഇത്രയും 400-ലധികം ക്വാറി ഒരു ജില്ലയിൽ, പത്തനംതിട്ട പോലെയുള്ള ഒരു മലയോര ജില്ലയിലുണ്ടെന്ന് പറയുമ്പോഴേ നമ്മൾ ഞെട്ടിപ്പിക്കുന്ന കണക്കാണത്. എനിക്ക് തോന്നുന്നത് ഇതിൽ ബഹുഭൂരിപക്ഷവും ഈ പിണറായി സർക്കാർ പോകാൻ നേരത്തെ അനുമതി കൊടുത്താവാനാണ് സാധ്യത. അതായത് പിണറായി വിജയൻ സർക്കാർ ഗവൺമെന്റ് ഈ ഇലക്ഷൻ വരുന്നതിന് തൊട്ട് മുമ്പ് വളരെ വേഗത്തിൽ ഒരുപാട് ക്വാറികൾക്ക് അനുമതി കൊടുത്തിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് ഞാൻ പറയുന്നത് പത്തനംതിട്ട ജില്ലയിൽ ലാഹ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടെ നിന്ന് ഈ പെരുന്നാട്, ലാഹ, അങ്ങനെ അവിടെ അതിലേക്ക് യാത്ര ചെയ്യുന്ന ഒരു റോഡുണ്ട്. അവിടെ ഒരു സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ ഒരു മല വളരെയധികം ഭംഗിയോടെ കാണാവുന്ന ഒരു പ്രദേശം ഉണ്ടായിരുന്നു. അവിടെ ഈ അടുത്ത കാലത്തായിട്ട് അവിടെ ഒരു ക്വാറി പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഞാൻ ഈ പറഞ്ഞ പ്രദേശത്തും അത് മുൻപും അവിടെ അങ്ങനെ ഒരു ക്വാറി ഇല്ലായിരുന്നു. ഈ പറയുന്ന പോലെ ഈ അടുത്ത കാലത്താണ് അത് പ്രവർത്തനം തുടങ്ങിയതെന്ന് വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം, തീർച്ചയായിട്ടും ഈ പറയുന്ന രീതിയിൽ ഈ പിണറായി വിജയൻ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് തന്നെ കൊടുത്ത അംഗീകാരമാകാതെ. അല്ലേ, നമ്മളിവിടെ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, ഇത് നമ്മളെപ്പോഴും ക്വാറിയെക്കുറിച്ച് പറയുമ്പം നമ്മൾ പത്തനംതിട്ട, ഇടുക്കി, കോട്ടയം എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ നമ്മൾ തിരുവനന്തപുരം ജില്ലയിൽ ഇത് വ്യാപകമാണ്. നമുക്കറിയാം നന്നായി. ഞങ്ങളുടെ നാട്ടിലൊക്കെ തന്നെ ഇത് ക്വാറികൾ ഇപ്പം വളരെ പണ്ടത്തെ പോലെയല്ല, വളരെ സജീവമാണ്. മാത്രമല്ല, നമ്മുടെ തിരുവനന്തപുരം നഗരത്തെ വിളിക്കപ്പെടുന്നത് സിറ്റി ഓഫ് 7 ഹിൽസ് എന്നാണ്. റോമാണ് 7 കുന്നുകളുടെ നഗരം എന്നറിയപ്പെടുന്നത്. തിരുവനന്തപുരം 7 കുന്നുകളുടെ നഗരം ആയിരുന്നു എന്ന് പറയും. ഇതാണെന്ന് പറയാൻ പറ്റില്ല, കാരണം ഇതിൽ പല കുന്നുകൾ ഇടിച്ചേരപ്പായി കഴിഞ്ഞു. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട മുക്കുന്നിമല. തിരുവനന്തപുരത്തുള്ള മുക്കുന്നിമലയിൽ
വ്യാപക തോതിൽ മുമ്പ് ഈ ക്വാറികൾ പ്രവർത്തിക്കുകയും പാറ ഖനനം നടത്തുകയും ചെയ്തു. പക്ഷേ അതിനെതിരെ ഇപ്പോൾ BM സുധീരൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കളൊക്കെ രംഗത്തെത്തിയെങ്കിലും മറ്റുള്ള അദ്ദേഹത്തിൻ്റെ സ്വന്തം പാർട്ടിപ്പെട്ടവരും മറ്റുള്ള രാഷ്ട്രീയ പാർട്ടിപ്പെട്ടവരും എല്ലാവരും തന്നെ ഈ ക്വാറിക്കാരൊപ്പമാണ്. ഈ ക്വാറി മാഫിയ തന്നെയാണ്. അവരെ എതിർക്കാൻ പോയാൽ അവർ വണ്ടി ഇടിച്ച് കൊല്ലും എന്നുള്ള കാര്യം ഉറപ്പാണ്. അല്ലെങ്കിൽ എന്തെങ്കിലും അവർ വളരെ കടന്ന രീതിയിലുള്ള മനുഷ്യനെ ജീവിക്കാൻ പറ്റാത്ത രീതിയിലുള്ള സ്ഥിതി ഉണ്ടാക്കും. ഭയം തന്നെയാണ് പലത്. ആ നദികളിലെ മണൽ വാരുന്നതിൽ എപ്പോഴും അതിനൊരു തടസ്സമായിട്ട് മുന്നിൽ വന്ന് ചാടുന്നത് പരിസ്ഥിതിവാദികളെന്ന സ്വയം പ്രഖ്യാപിക്കുന്ന കുറച്ച് പേര്. സത്യം പറഞ്ഞാൽ അതിൽ ആത്മാർത്ഥതയോടെ വരുന്നവർ വളരെ ചുരുക്കമെന്നേ എനിക്ക് തോന്നുള്ളൂ. കാരണം നമ്മൾ ഈ പരിസ്ഥിതിവാദികൾ എന്ന് അവകാശപ്പെടുന്നവരുടെ വീടൊന്ന് പോയി നോക്കിയാൽ അവർ ഈ പറയുന്ന ഏറുമാടത്തിലൊന്നും അല്ലല്ലോ അവർ താമസിക്കുന്നത്. അവർ ഈ പറഞ്ഞ പോലെ മണലും കട്ടയും കിട്ടുന്ന വസ്തുക്കൾ ഉപയോഗിച്ച് തന്നെയാണ്. അപ്പോൾ സ്വന്തമായിട്ടൊരു വീട് നേടിയതിനു ശേഷം ബാക്കിയുള്ളവർ ഇത് ചെയ്യരുതെന്ന് പറയുന്നതിന് തുല്യമായിട്ടുള്ള പണിയാണ് ഈ പരിസ്ഥിതിവാദികൾ എന്ന് പറഞ്ഞ കപട പരിസ്ഥിതിവാദികൾ ഉന്നയിക്കുന്നത്. മാത്രമല്ല ഈ ഇതിൽ തന്നെ പരിസ്ഥിതിവാദത്തിന്റെ പേര് പറഞ്ഞ് ഇവിടുന്ന് പൈസ പിരിക്കുന്ന എത്ര പേരുണ്ട്. ഈ ക്വാറി മാഫിയ, ഈ പറയുന്ന പോലെ ക്വാറി മാഫിയയുടെ ഒരു മറയാണ് ചില പരിസ്ഥിതിവാദികൾ എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. എല്ലാവരും ഒന്നും പറയുന്നില്ല, പക്ഷേ ചിലർ അങ്ങനെയാണ്. അതെ, ഞാൻ ഒരിക്കൽ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ കുറേ വർഷങ്ങൾക്ക് മുമ്പ് 10 വർഷമൊക്കെ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ചെന്നൈ മേൽ യാത്ര ചെയ്യുമ്പോൾ ഒരാളുടെ അടുത്തിരിക്കുന്നുണ്ട്. ഇയാളൊരു സംസാരത്തിലുള്ള പരിസ്ഥിതിവാദിയാണെന്ന് മനസ്സിലായി. പക്ഷേ നമ്മൾ അറിയപ്പെടുന്ന ഒരു പ്രമുഖനായ പരിസ്ഥിതിവാദി അല്ല. ഇയാൾ ഫോൺ ചെയ്യുന്നുണ്ട്. ഇയാൾ ആരെയൊക്കെ ഫോൺ ചെയ്യുന്നുണ്ട്, ഇയാൾ അനുയായികളെയൊക്കെ ഫോൺ ചെയ്തിട്ട് ഇയാൾ പറയുന്നുണ്ട്, അവിടെ വന്ന് സമരം ചെയ്യുമെന്ന് പറ, അവൻ്റെ അടുത്ത് പൈസ കൊണ്ട് തരാൻ പറ, അല്ലെങ്കിൽ അവിടെ നിന്ന് സമരം ചെയ്യുന്നത് ഇയാൾ നിരന്തരം പറയുന്നുണ്ട്. ഇയാൾ ആരാണെന്ന് എനിക്കൊരു പിടിയില്ല. ഇയാൾ നമ്മൾ അറിയപ്പെടുന്ന ഒരു പരിസ്ഥിതിവാദിയല്ല. അപ്പോൾ ഇത് ഒരു പുതുതായി തുടങ്ങുന്ന രംഗത്തെത്തിയ ഒരു പുതുമുഖ പരിസ്ഥിതിവാദിയാണ്. അപ്പോൾ ഏതോ ക്വാറി ഉടമസ്ഥൻ്റെ എന്നോ അല്ലെങ്കിൽ മണൽ മാഫിയെന്നോ അല്ലെങ്കിൽ ഏതോ തടിവെട്ടുകാരൻ്റെ എന്നോ ആരെന്നോ പൈസ ചോദിച്ച് വാങ്ങണമെന്ന് ഇയാൾ പറയുകയാണ്. അപ്പോൾ ഇതുപോലത്തെ കക്ഷികളാണ് നമ്മുടെ കൂടുതലുള്ളത്. നമ്മൾ ഇപ്പോൾ നമുക്കിപ്പം വീട് നിർമ്മിക്കുന്ന ഒരാളെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മൾക്ക് എംസാൻഡ് അതിന് പകരം പണ്ടായിരുന്നെങ്കിൽ നമുക്ക് മണൽ എന്ന് പറഞ്ഞൊരു പകരം ഓപ്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഇത് ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു ഓപ്ഷൻ നമുക്കില്ല. ഇതേ നമുക്ക് ഉപയോഗിക്കാൻ മാർഗ്ഗം. ഈ ഇത്തരം സാധനങ്ങൾ ഉണ്ടാക്കുന്ന കമ്പനികൾ ഇഷ്ടംപോലെ നമ്മുടെ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ട്. ഇവർ രാഷ്ട്രീയക്കാരെ സ്വാധീനിക്കും സ്വാഭാവികമായിട്ട്. അപ്പോൾ മണൽ വാരണ്ട, മണലവിടെ കിടക്കും. ഈ മണൽ വരാത്തത് കൊണ്ടാണ് മറ്റ് പ്രശ്നങ്ങൾ പുഴകളിലുണ്ടാകുന്നത്. വെള്ളപ്പൊക്കവും ഒരുപാട് പ്രശ്നങ്ങൾ. അവിടെ ഡാമിൻ്റെ റിസർവോയറുകളിൽ എത്ര സ്ഥലങ്ങളിൽ മണ്ണ് കിടക്കുന്നില്ല. അതിനാണ് ഞാൻ പറഞ്ഞത്, എനിക്കെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടുകാരെ പ്രത്യേകിച്ച് പമ്പയാറിലെയൊക്കെ സ്ഥിതി ഞങ്ങളുടെ നാട്ടുകാർക്ക് അറിയാം. കാരണം ഒരു കാലത്ത് ഞങ്ങൾ അവിടെ ഉള്ള എല്ലാവരും തന്നെ ആറുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാവരും തന്നെ നീന്തൽ പഠിച്ചത് ഈ പമ്പയാറ്റിൽ തന്നെയാണ്. അപ്പം അന്നൊക്കെ നമുക്ക് നീന്താൻ ഒരു സ്പേസ് അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞങ്ങൾക്ക് നീന്തി വളർന്ന ആ പരിസരങ്ങളൊക്കെ പലതും ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഒരു മണൽ വന്ന് മൂടി വെറും ഗ്രൗണ്ട് മാത്രമായിട്ട് ഞങ്ങളത് വെള്ളം ഇറങ്ങുമ്പോൾ പലരും ഇപ്പോൾ അവിടെ ക്രിക്കറ്റ് കളിക്കാനും ഫുട്ബോൾ കളിക്കാനും അങ്ങനെയുള്ള ഒരു ഗ്രൗണ്ട് മാത്രമായിട്ട് അതങ്ങ് മാറിപ്പോയി. 20-30 അടി ആഴം ഉണ്ടായിരുന്ന വലിയ ചുഴികളെ കൊണ്ടായിരുന്ന പല സ്ഥലങ്ങൾ പോലും ഇപ്പം നികന്ന് മണ്ണ് കൊണ്ട് നിറഞ്ഞ് നടന്നു പോകുന്ന അവസ്ഥയിലെത്തിയെന്നാണ് പറയപ്പെടുന്നത്. നമ്മളിത് മണൽ വാരി പ്രകൃതി ഊറ്റി ചൂഷണം ചെയ്യണമെന്നല്ല നമ്മൾ പറയുന്നത്. കൃത്യമായ നിയമ സംവിധാനത്തിൽ അത് കൃത്യമായ ഒരു അളവിൽ അതായത് ചിലയിടങ്ങളിൽ അത് മാറ്റിപ്പെട്ടേ പറ്റുള്ളൂ. എന്താണ് ഇവിടുത്തെ ഈ നിയമ സംവിധാനങ്ങൾ പ്രവർത്തിക്കാത്തതെന്നാണ് ഇപ്പോഴും മനസ്സിലാത്തത്. കാരണം ഇതിൻ്റെ എല്ലാം പിന്നിൽ രാഷ്ട്രീയ ഇടപെടലുണ്ടാവും. ഉദ്യോഗസ്ഥർ സത്യസം തന്നെ ആയിരിക്കും, പക്ഷേ അതൊന്നും ചെയ്യാൻ പറ്റില്ല. ഇവർ അനാവശ്യമായി അവരുടെ മേൽ സ്വാധീനം ചെലുത്തുകയും അങ്ങനെ ഇത് വലിയ ദുരന്തങ്ങളിലെത്തുമ്പോൾ മാത്രം നമ്മുടെ നാട്ടിലെ രീതി അറിയാലോ, ദുരന്തം സംഭവിക്കും, ഇനി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ നടപടി സ്വീകരിക്കുന്നതാണ് എന്ന് നമ്മുടെ നാട്ടിലെ ഭരണാധികാരികൾ പറയും. അത് ആര് ഭരിച്ചാലും അത് തന്നെ പറയും. പക്ഷേ ഇത് തടയാൻ എന്തുകൊണ്ട് നിങ്ങൾ പണ്ട് ശ്രമിച്ചില്ല എന്ന് ചോദിച്ചാൽ ആരും ശ്രമിച്ചിട്ടില്ല. ഈ വെള്ളപ്പൊക്കമൊക്കെ തന്നെ അങ്ങനെയാണല്ലോ, ആരും ഒന്നും ഒരു മുൻകൈ എടുത്തിട്ടില്ല. കഴിഞ്ഞ സർക്കാർ 8 വർഷം ഈ മഹാദുരന്തത്തിന് ശേഷം ഭരിച്ചിട്ടും അവരൊന്നും ചെയ്തില്ല. പിന്നെ 2 മാസം മാത്രം പ്രായമുള്ള ഈ സർക്കാരിലെ മന്ത്രിമാർ സമാധാനം പറയണമെന്ന് അവർ പറഞ്ഞാൽ അതിന് ഉത്തരവില്ല. ഈ നമ്മുടെ നാട്ടിലെ ഇതിൽ വലിയ ശൃംഖലയാണല്ലോ ഈ ക്വാറി, അതുപോലെ മണൽ, വെള്ളം, ഇതെല്ലാം ഒരു ബന്ധപ്പെട്ടിരിക്കുന്ന സംഗതിയല്ലേ. ഇതിൽ ഏതെങ്കിലുമൊക്കെ ഒന്ന് നമ്മൾ നിരന്തരം ചൂഷണം ചെയ്ത് ഇല്ലാതാക്കുകയാണെങ്കിൽ അത് വലിയ ദുരന്തം കൊണ്ട് എത്തിക്കും. നമ്മളിത് എവിടെ പോവുകയാണെന്ന് ഇപ്പോഴും മനസ്സിലാവുന്നു. നമ്മുടെ നാട്ടിലെ ക്വാറികളുടെ കാര്യം, നമ്മൾ മണൽ മാഫിയകളെ കുറിച്ച് പറയുമ്പോഴും പലപ്പോഴും ക്വാറികളുടെ കാര്യം ചർച്ച ചെയ്യപ്പെടുന്നില്ല. അത് നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ നേതൃത്വം ഇനിയെങ്കിലും ഉണരണം. ഈ നമ്മുടെ ജൻസികളൊക്കെ ഇറങ്ങി ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ സത്യം നമുക്കത് തോന്നാം. ഈ ജൻസികളൊക്കെ രാഷ്ട്രീയത്തിൽ ഇറങ്ങി അവർ പ്രസ്ഥാനങ്ങൾ വന്നു കഴിഞ്ഞാലുണ്ടല്ലോ ഈ മാഫിയൊന്നും അവരടുപ്പിക്കില്ല, അവരടിച്ച് ഓടിക്കും അവരെല്ലാത്തിനും. പക്ഷേ നമ്മുടെ നാട്ടിൽ രാഷ്ട്രീയക്കാർ കൺവെൻഷനെ പണ്ട് പോലെ ഇവരെയൊക്കെ സൗജന്യം സ്വീകരിച്ച് പോകുന്നതുകൊണ്ട്, തിരഞ്ഞെടുപ്പ് വരെ വരുന്ന ഫണ്ട് സ്വീകരിക്കുന്നതുകൊണ്ടും ഓരോ സമ്മേളനം നടക്കുമ്പോഴും ഇതിൻ്റെ പൈസ വാങ്ങിക്കുന്നതുകൊണ്ടൊക്കെ തന്നെ അവരുടെ പ്രതിബദ്ധതയുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റിന് എനിക്ക് പല തവണ എനിക്ക് പൈസ തന്ന് സഹായിച്ചപ്പോഴാണ് എനിക്ക് ജസ്റ്റിൻ്റെ അടുത്ത് അറിയാതെ ഒരു സ്നേഹം പ്രതിബദ്ധത ജസ്റ്റിനെതിരൊന്നും ചെയ്യില്ല. ജസ്റ്റിന് എന്ത് കാണിച്ചാലും ഞാൻ സമ്മതിച്ചിട്ടേണ്ടി വരും. അത് തന്നെയാണ് ഈ ക്വാറി മാഫിയയ്ക്ക് വേണ്ടി ഇടതുപക്ഷ സർക്കാർ
ഈ റെഡ് സോണിൽ കൊടുത്തു. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി BJP കോൺഗ്രസ് ആരെയും എതിർക്കാൻ വന്നതിന് ആരും എതിർത്തില്ല. പ്രസ്ഥാനം നടത്തും, പ്രസ്ഥാനയിൽ ഒതുങ്ങും. അല്ലാതെ ഈ കോറയിൽ ചെന്ന് സമരം ചെയ്യാൻ തയ്യാറാണ്? ആരും തയ്യാറല്ല. ചെല്ലുമ്പോഴാർക്ക് ഈ ഉടമസ്ഥൻ്റെ മുഖം കാണുമ്പോൾ അറിയാമല്ലോ, പൈസ കൊടുത്തിട്ടുള്ളവനെ ഈ ഇളമുഖത്ത് സംസാരിക്കാൻ പറ്റും. ഇതാണ് നമ്മുടെ നാട്ടിലെ അവസ്ഥ. ഏതായാലും ജസ്റ്റിൻ പറഞ്ഞ ഈ കണക്കുകൾ ശരിക്കും ഞെട്ടിപ്പിക്കുന്നതാണ്. പത്തനംതിട്ട ജില്ലയിൽ ഇപ്പോഴും ഈ പ്രളയം ഉണ്ടാകുന്ന സമയത്തും എന്തുകൊണ്ട് ദുരന്തമുണ്ടായി എന്നുള്ളതിൻ്റെ വ്യക്തമായൊരു ചിത്രം തന്നെയാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഒരു ജില്ലയിൽ, ഒരു മലയോര ജില്ലയിൽ 400-ലധികം ക്വാറി ഉണ്ട് എന്ന് പറയുന്നത് അമ്പരപ്പിക്കുന്ന കണക്ക് തന്നെയാണ്.